ഞാനിപ്പോൾ ഒരു 10 days ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ കേരളത്തിലെത്തിയിട്ട്. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആർക്കും റൂൾസ് അറിയില്ല. ഡ്രൈവിംഗ് കൾച്ചർ അവിടത്തെയും ഇവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ആർക്കും ലെയിൻ ഡിസിപ്ലിൻ ഇല്ല. ഈ ഫുട്ടേജ് ഇപ്പൊ കട്ട് ചെയ്യേണ്ടി. ഇൻഷുറൻസ് ഇവിടെ കമ്പാരിറ്റീവ്ലി ഞാൻ ഇപ്പൊ പുറത്ത് ഉള്ളത് വെച്ചിട്ട് കാനഡയെ വെച്ചിട്ട് ഇവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പറാണ്. കാരണം ഇതിപ്പം i20 N-Line ബമ്പർ ടു ബമ്പർ എനിക്ക് തോന്നുന്നു ഞാൻ 22,000 അങ്ങാണ്ടാണ് ഇയർലി അടയ്ക്കുന്നത്. ഈ വണ്ടി അവിടെ ആയിരുന്നെങ്കിൽ ഞാനിത് ഒരു മാസത്തിൽ അടയ്ക്കേണ്ടി വന്നു. 22,000 തീർച്ചയായിട്ടും അതിൽ കൂടുതലാണെന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്ന റീസൺസ് ഒക്കെ നമുക്ക് ലോജിക്കലായിട്ട് തോന്നും. അതൊന്നും ആ റീസൺസ് ഒന്നും ഇവിടെ വരരുതേ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ അത് ചിന്തിക്കരുതേ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇവിടെ ഒരു വണ്ടി ഉണ്ടായതുകൊണ്ട്. ഹായ് ഗൈസ്. ഓക്കെ, ഇപ്പൊ നമ്മള് സൺഡേ ഡ്രൈവ് ആണ്. ഇപ്പം കൂടെ ഉള്ളത് നന്ദു, റെവ്ലിമിറ്റ്സ് കാനഡയാണ്. ആദ്യമായിട്ടായിരിക്കും ഫേസ് റിവീൽ. അതെ, ഫേസ് റിവീൽ. റെവ്ലിമിറ്റ്സ് കാനഡയുടെ ഫേസ് റിവീലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷനും കൂടെ ആയിരുന്നു. അതെ, ഇന്ന് എന്റെ കല്യാണമായിരുന്നു. ഓക്കെ, ഞങ്ങള് ബാക്കി വിളിച്ചിരിപ്പുണ്ട്. ഒന്ന് സ്ക്രീനിലേക്ക് വരാമോ? പിന്നെ ഓക്കെ, ഞങ്ങളിപ്പോ കല്യാണം തൃശ്ശൂർ വെച്ചിട്ട് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. നമ്മൾ തിരിച്ച് ഓൺ ദ വേ ബാക്ക് ടു കൊല്ലാണ്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു റെവ്ലിമിറ്റ്സ് ഇന്ത്യയിൽ റെവ്ലിമിറ്റ്സ് കാനഡയെ റിവീൽ ചെയ്യാം, ആ ഒരു ഫേസ് കാണിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. കൊച്ചിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, പിന്നെ വണ്ടി കൂടെ ഉള്ളത് നീലിമയാണ്, നന്ദുവിന്റെ എൻ്റെ കസിനാണ്. ഒന്ന് സ്ക്രീനിലോട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോലി നമുക്ക് ഡ്രൈവ് ചെയ്ത് നമ്മൾ സംസാരിച്ച് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ചാനലിൽ മലയാളീസ് അല്ലാണ്ട് ഓൾ അറൗണ്ട് ദ വേൾഡ് ഒത്തിരി പ്രേക്ഷകരുണ്ടല്ലേ? അതെ അതെ, ഇന്ത്യൻ ചാനല് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്. ഓക്കെ, നിസാൻ 350Z അത് തന്നെ കൊള്ളാം. അത് ഞാൻ ഒരു റെഡ് ഇവിടെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു സിൽവർ ഇവിടെ കണ്ടു. ആരാണെങ്കിലും കമന്റിൽ വരിക, പറയുക. ഒരു സിൽവർ വണ്ടിയാണ്. റീച്ച് വരട്ടെ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയില്ല, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മളെ ഓഡിയൻസിന് അറിയില്ല വേറൊരു ചാനലുണ്ട്. ഒരു നോർത്ത് അമേരിക്കൻ കാർസും അതിന്റെ POV ടെസ്റ്റ് ഡ്രൈവ്സും ഒക്കെ കാണിക്കുന്ന നമുക്കൊരു ചാനലുണ്ട്. ശോകമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ബട്ട് സ്ലോലി നമ്മൾ മേലോട്ട് പോകും. അതെ, അപ്പൊ ഇപ്പൊ പറയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാ ലിങ്ക്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇവിടെ ഐ ബട്ടണിൽ ഒക്കെ വരും. നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ചെക്ക് ചെയ്യുക. കാനഡയിലുള്ള വെറൈറ്റി കാറുകൾ, നല്ല നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കാറുകൾ ആ ചാനലിൽ വരും എന്ന് എനിക്ക് ഉറപ്പുവരാൻ പറ്റും. ചലഞ്ചർ 5 സീരീസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ചാനലിൽ. ട്രക്ക് ഓടിക്കും, ട്രെയിലർ എല്ലാം കാണും. അപ്പൊ നിങ്ങൾക്ക് ആ ചാനൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും, അത് ഉറപ്പ് വരുന്നു. കാരണം നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് കാനഡയില്. ഇല്ല, കാറുകളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ ചാനൽ കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, പിന്നെന്താ, നമ്മളിതാ ഇവിടെ റോയൽ ഡ്രൈവിന്റെ അടുത്താണ്. ഓക്കെ, നമുക്ക് മലയാളികളല്ലാത്ത ഓഡിയൻസ് ഇല്ലേ, അവരോടും പറയാൻ
അറിയണ്ട ഇങ്ങനെ ചാനലുണ്ടെന്ന്. അതവര് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടരുത്. ഇല്ലടാ, നമുക്ക് സ്ലോലി ഡെവലപ്പ് ആയ ആൾക്കാർക്ക് എൻഗേജിങ് ആയിട്ടുള്ള കാറുകളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഓട്ടോമൊബൈൽ. പക്ഷെ എല്ലാവർക്കും POVs ഇഷ്ടമല്ല. കൊറേ പേർക്ക് മറ്റേ ഇപ്പം ബൈജുൻ നായരുടെ കണക്കുള്ളതോ അല്ലെങ്കിൽ ഫൈസൽ ഖാന്റെയോ അല്ലെങ്കിൽ പവർ ഡ്രിഫ്റ്റിന്റെ ഒക്കെ കണക്കുള്ള വീഡിയോ, സ്റ്റിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇഷ്ടം. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ POV കാണുമ്പോൾ തല ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ ഹെഡ് മൂവ്മെന്റ് അങ്ങനെ ഭയങ്കര സ്പീഡ് ആകുമ്പോഴത്തേക്കും കുറെ പേർക്ക് ഒരു ഡിസിനെസ് വരും. ബട്ട് ഇത്രയും കോടി ജനങ്ങളുള്ള ലോകത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി നമ്മുടെ വീഡിയോസ്. For all our like non-Malayali followers, this is like the introduction for Rev Limits Canada. So if you want to see like exotic cars or like premium cars, and if you want to see the especially the POV test drives, you guys should definitely check out the Rev Limits Canada like YouTube channel. All the links and all the social media handles will be on the description, so please do check it out. I'm pretty sure that like you guys won't be disappointed. Okay ഓക്കെ, ഇനി നമുക്ക് നമ്മളെ മലയാള പ്രേക്ഷകരെ അതെ, ഞാൻ ഇവിടെ വന്നിട്ട് അവിടുന്ന് ഇപ്പം ഞാനിപ്പോൾ ഒരു 10 days ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ കേരളത്തിൽ എത്തിയിട്ട്. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആർക്കും റൂൾസ് അറിയില്ല. ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ബട്ട് ഞാൻ ഒരിക്കലും ഇവിടുത്തെ മലയാളികളെ കുറ്റപ്പറയല്ല. ഞാനൊരു കോർ മലയാളിയാണ്. എനിക്ക് കേരളമാണ് ഇഷ്ടം, ബട്ട് ഡ്രൈവിംഗ് കൾച്ചർ അവിടത്തെയും ഇവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ 2 ദിവസം മുന്നേ നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുക, എന്റെ ഫ്രണ്ടിലുള്ള വണ്ടി ഞാൻ നോക്കിയപ്പോൾ ഹസാർഡ് ലൈറ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്ത് പറ്റി, കാരണം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു, റെഡ് ലൈറ്റിൽ സ്റ്റോപ്പ് ചെയ്തു, ഹസാർഡ് ലൈറ്റ് ഇട്ടിരിക്കുന്നു. എന്ത് പറ്റി, എന്തൊരു സീനായി, ഇപ്പൊ ഡോർ തുറന്ന ആൾക്കാരെ ഇറങ്ങും. ബട്ട് ലിറ്ററലി അവര് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് നേരെ പോകണം, അതിന് വേണ്ടിട്ട് അവര് ഹസാർഡ് ലൈറ്റ് ഇട്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോഴും അതെ, അത് ഭയങ്കര ഡേഞ്ചർ ആണ്. നിങ്ങൾക്ക് ഹെവി റെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യുക, ഹസാർഡ് ലൈറ്റ് ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ്സ് ഇടുക. പക്ഷെ ഈ ഹസാർഡ് അതൊരു കുറെ പേര് ഇടുമ്പോ ബാക്കിയുള്ളവരങ്ങ് ഫോളോ ചെയ്യുന്നതാ. അതെ അതെ അതെ. ശരിക്കും ഹസാർഡിന്റെ ആ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹസാർഡ് ഇടുമ്പോഴത്തേക്കും ഇപ്പൊ വണ്ടി പാരലലി പോവാന്നാണെങ്കിൽ ഒരാൾക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ഹസാർഡ് ഇടലെന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ്സ് ഓൺ ചെയ്യാം. ഇപ്പം ലൈറ്റ്സ് ഒരു ബേസിക് ആയിട്ട് വിസിബിലിറ്റി കാണിക്കാം. പിന്നെ അല്ലെങ്കിൽ ടെയിൽ ലാമ്പ് ഓൺ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇത് വണ്ടി അവിടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ കിട്ടും. ചുരുക്കി പറഞ്ഞത് ലൈക്ക് അത് തന്നെ. പിന്നെ ഇവിടെ ആർക്കും ലെയിൻ ഡിസിപ്ലിൻ ഇല്ല. ഈ ഫുട്ടേജ് ഇപ്പൊ കട്ട് ചെയ്യേണ്ടി, അത് കുഴപ്പമില്ല, ഇവിടെ ശീലിച്ചല്ലേ. പക്ഷെ നമ്മള് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ശീലിച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്തൊരു 3-4 years ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇതൊക്കെ ശീലിച്ച് എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ, ഒട്ടും സേഫ് അല്ല, അയ്യോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള എപ്പോഴും ഒരു ആങ്സൈറ്റിയാണ്. ഈവൻ ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പോലും, ഇന്നലെ ഞാൻ അങ്ങോട്ട് ഞങ്ങള് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഹോൺ അടിക്കുന്നു. കാരണം എനിക്ക് അത്രയും എനിക്ക് ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടിയല്ലേ എന്നെ കട്ട് ചെയ്യത്തില്ല എന്നുള്ള. അപ്പോൾ ഞാൻ ഹോൺ അടിച്ച് ആ ഡ്രൈവറെ ഒരുപാട് നല്ലപോലെ ഹോൺ ചെയ്ത് ആ ഡ്രൈവറെ ഓൺ ചെയ്തിട്ടാണ് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കുറ്റം പറയാണ്, നീ ഈ വീഡിയോ എടുത്തെങ്ങാണ് യൂട്യൂബ് ഇട്ടാൽ എനിക്ക് തെറിവിളിയോട് തെറിവിളിയായിരിക്കും അത്. കാരണം 10 minute 100 ഹോൺ. അതെ അതെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അഭിനന്ദൻ്റെ കൊടുത്തു. അവൻ ഓടിച്ചപ്പോൾ ഭയങ്കര സൈലൻസ്, ഹോണില്ല, ഭയങ്കര കട്ടിങ്, അത് ഇത്. പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവന്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു, അത് ഇത്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അതൊക്കെ അയ്യോ അത് ഭയങ്കര ഡേഞ്ചർ ആണ് എന്നുള്ള. പിന്നെ വേറൊരു സംഭവം ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെ മുന്നിലൊരു വണ്ടിയുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാർ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നത്. അത് ഭയങ്കര ഡേഞ്ചർ ആണ്. കാരണം ആ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി, അതെ,
ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകെ കൊണ്ടുവച്ച് ചാമ്പും. അപ്പൊ എന്റെ ഇതൊരു നമ്മളൊരു വൺ കാർ ഡിസ്റ്റൻസ് എങ്കിലും ഇട്ടിരിക്കണം. അതെ, അല്ലെങ്കിൽ ആ ഒരു വീൽസ് നമ്മുടെ മുന്നിൽ പോകുന്ന ടയേഴ്സ് വിസിബിൾ ആവുന്നുള്ള രീതിയിലാണ്. അതെ, പിന്നെ അത് തന്നെ ലൈക്ക് ഒരു 80-100 ഒക്കെ ആകുമ്പോ പിന്നെയും ഒരു 2 കാർ അതങ്ങനെ ഗ്യാപ്പ് കൂടും. പിന്നെ ഒരു ഓവർടേക്കിംഗ് സിറ്റുവേഷൻസിലൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അല്ല, ഇതിപ്പോ 4 ലൈൻ ഹൈവേ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എന്താണ്ട് ഈ കുഴപ്പമില്ല, ആ ലൈനിൽ പോയി ആവശ്യം നടുക്കൊരു ലൈൻ ഉണ്ടാക്കി ഇപ്പൊ പോകും. ഇവിടെ മിഡിലൊരു ലൈൻ വരാറുണ്ട്. അതെ. പിന്നെ ഇൻഷുറൻസ് ഇവിടെ കമ്പാരിറ്റീവ്ലി ഞാൻ ഇപ്പൊ പുറത്ത് ഉള്ളത് വെച്ചിട്ട് കാനഡയെ വെച്ചിട്ട് ഇവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പറാണ്. കാരണം ഇതിപ്പം i20 N-Line ബമ്പർ ടു ബമ്പർ എനിക്ക് തോന്നുന്നു ഞാൻ 22,000 എങ്ങാണ്ടാണ് ഇയർലി അടയ്ക്കുന്നത്. ഈ വണ്ടി അവിടെ ആയിരുന്നെങ്കിൽ ഞാനിത് ഒരു മാസത്തിൽ അടയ്ക്കേണ്ടി വന്നു. 22,000 തീർച്ചയായിട്ടും. അതിൽ കൂടുതലാണെന്നെങ്കിലേ ഉള്ളൂ. അവര് പറയുന്നത് ഇവിടെ അല്ല, ഇവിടുത്തെ നമ്മൾ ബ്ലൈൻഡ് ഇളക്കിയത് ഭയങ്കര അതെവിടെ? ഓ, അങ്ങനെ തരാനാ. ഓക്കെ, ബ്ലൈൻഡ് ഉണ്ടോന്ന് അവിടെ ഇല്ല. ഞാൻ ഇൻഷുറൻസ് അല്ലേ, അവിടെ ഓരോ റീസൺസ് പറഞ്ഞിട്ടാണ് അവർ ഇൻഷുറൻസ് ചാർജ് ചെയ്യുന്നത്. സ്കാം ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ അത്രത്തോളം വണ്ടികളുണ്ട്. പിന്നെ അവിടെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. ഇപ്പൊ ഒരു സർവീസ് ആണെങ്കിൽ പോലും ഇപ്പൊ ഇൻഷുറൻസ് ഒരു സർവീസ് ആണോ നമുക്ക്? അല്ലല്ലോ, ഒരു അല്ലല്ല മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു റിസ്കിനെ കവർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻഷുറൻസ്. അവിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞു, പക്ഷെ അവർ പറയുന്ന റീസൺസ് ഒക്കെ നമുക്ക് ലോജിക്കലായിട്ട് തോന്നും. അതൊന്നും ആ റീസൺസ് ഒന്നും ഇവിടെ വരരുതേ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ അത് ചിന്തിക്കരുതേ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇവിടെ ഒരു വണ്ടി ഉണ്ടായതുകൊണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാം, ഞാനിപ്പോ ഒരു ബിസി ഇന്റർസെക്ഷനിലാണ് അവിടെ എന്റെ വീട് എന്നെങ്കിൽ വെച്ചോ. ഞാൻ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചിട്ട് പറയാം. അപ്പൊ അവർ അഡ്രസ് ചോദിക്കും, കാര്യം ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അവർ അഡ്രസ് ഉണ്ടെങ്കിൽ മാപ്പിൽ അടിച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇവന്റെ വീട് ഈ ഇന്റർസെക്ഷനിലാണ്. അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഇവിടെ ഈ ഒരു ഇന്റർസെക്ഷനില് റിസ്ക് കൂടുതലാണ്. അപ്പൊ ഇവനപ്പൊ ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് കൂടുതലാണ്. അതെ, അതേപോലെ നമ്മുടെ ഏജ് കുറവാണെങ്കിൽ നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ എപ്പോഴും. ഏജ് കുറവായിരിക്കും. അപ്പൊ ഏജ് കുറവാകുമ്പോ തന്തവാകുമ്പോ സ്ലോ ആയിട്ട് പോകുന്ന പറയുന്ന പോലെ, അതേപോലെ ഏജ് കുറയുമ്പോ ഓക്കെ, ഇവന് ഏജ് കുറവായിട്ട് ഒരു ടീനേജർ ആണ്, ഇവൻ റിസ്കി ആയിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പൊ ഇവന് ഇൻഷുറൻസ് പ്രീമിയം ഇവൻ എപ്പം വേണമല്ലോ ആക്സിഡന്റ് ഉണ്ടാക്കാം എന്നുള്ള റീസൺ വെച്ചിട്ട് ഇൻഷുറൻസ് പ്രീമിയം ഹൈ ആക്കും. അല്ല, അത് ചിലപ്പം ഇന്നാള് തന്നെ ആയിരിക്കണമല്ലോ, ഓണർ ഇന്നാളാവണമെന്നില്ലല്ലോ. അത് അതായത് ഇപ്പം അങ്ങനല്ല, അവിടെ ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈസൻസും ആ ഓണറിന്റെ ആ ആളുടെ ലൈസൻസ് വെച്ചിട്ടാണ്, ആ ആളുടെ പേരിലാണ് ഇൻഷുറൻസ്. ആ ആളുടെ പേര് ഈ കാർ. അതെ, അത് പഴയ ജനറേഷൻ ആണെന്ന് തോന്നുന്നു. വേറെ i20 സ്പോർട്സ് ആളുടെ പേരിലല്ല, ലൈസൻസ് ആളുടെ പേരും കാറും വരും. കാരണം ഇപ്പൊ എന്റെ അടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ ചോദിക്കുമ്പോൾ ലൈസൻസ് കൊടുക്കും. അപ്പം അവർ ലൈസൻസ് നോക്കും, പിന്നെ എന്റെ പേര്, അഡ്രസ്, ഇത് രണ്ടും നോക്കും. ഇവിടെ ഒരു കാറിന്റെ പേരിലല്ലേ ഇൻഷുറൻസ് എടുക്കുന്നത്. അതായത് അതിനകത്ത് ഒരു ഡ്രൈവർ ലൈസൻസ് അങ്ങനെ വല്ലതും വരുമോ? എനിക്ക് അതിപ്പോ തൊട്ട് അത് നല്ലൊരു കാര്യം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കാറ് വേറൊരാള് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയാൽ പോലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവിടെ അങ്ങനല്ല. അവിടെ എന്തോ നൂലാമാല അവര് നോക്കും ആരാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്തത്. അപ്പം ഇപ്പം നിനക്ക് അവിടെ ഒരു വണ്ടിയുണ്ട്, എനിക്ക് അവിടെ ഒരു വണ്ടിയുണ്ട്. ഇപ്പൊ നീ എന്റെ വണ്ടി കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കി, അപ്പൊ നിന്റെ ഇൻഷുറൻസ് ആണ് ക്ലെയിം ചെയ്യുന്നത്. എനിക്ക് എക്സാക്ട്ലി എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്റെ ഒരു അറിവ് പ്രകാരം എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു. KSRTC വിത്തൗട്ട് ബ്രേക്ക് ലൈറ്റ്, നോ ഇൻഡിക്കേറ്റർ, ഒറ്റ വെട്ടിൽ. എനിക്ക് ബാധിക്കും. ഞാൻ ഇവിടെ പലതും KSRTC ചിലതിനൊന്നും ബ്രേക്ക് ലൈറ്റ്സ് ഇല്ല. ഞാൻ അറിയിക്കുന്നില്ല. അവിടുത്തെ ട്രക്സ് ഇതിപ്പോ ഒരു ഹെവി വെഹിക്കിൾ ആണല്ലോ, അവിടുത്തെ ട്രക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ, അതെ, ബ്രേക്ക് ചെക്ക്, അതായത് പെർഫെക്റ്റ് ആയി ആക്കിയിരിക്കണം. ടയറിന്റെ ത്രെഡ് വരെ
ഇത്ര മില്ലിമീറ്റർ ആയിരിക്കണമെന്ന് ചെക്ക് ചെയ്ത് ആ ഇൻസ്പെക്ഷൻ ബുക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇപ്പൊ ആ ബസ്സിന് ബ്രേക്ക് ലൈറ്റ് ഇല്ല. 2 ദിവസം മുന്നേ ഒരു KSRTC ഇതിനായിട്ട് ഞാൻ അറിഞ്ഞില്ല, എനിക്കെന്തോ സ്ലോ ആവുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് എന്താ ഒരു വല്ലായ്മ, ബ്രേക്ക് ലൈറ്റ്സ് ഇല്ല. അത് നിന്നിട്ട് പോലും ബ്രേക്ക് ലൈറ്റ്സ് എത്തുന്നില്ല. അതൊക്കെ ഭയങ്കര ഡേഞ്ചർ. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് അവിടെ ട്രക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഒരു വർഷമായിട്ട് ഞാൻ ട്രക്ക് ഓടിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഈ ഇൻസ്പെക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്സ് ഒക്കെ നോർമൽ ആണ് എല്ലാം. ഒരു ട്രിപ്പിന് മുന്നേ അല്ലെങ്കിൽ നമ്മളെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെയാണ്. ഇതെല്ലാ വണ്ടികൾക്കും, എല്ലാ ഹെവി വണ്ടികൾക്ക്. കാരണം ഹെവി വണ്ടികൾ എന്ന് പറയുമ്പോൾ നല്ല ലോഡ് കയറുന്നതാണ്. ഇപ്പം പാസഞ്ചർ വണ്ടി ആണെങ്കിൽ പോലും എത്രത്തോളം ആൾക്കാരുടെ ജീവൻ അതിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എല്ലാവരും റീസെന്റ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, സ്കോർപിയോയും KSRTC ആയിട്ട്. ലൈക്ക് ഈ റിയർ ഇവിടെ ആക്സിൽ ആയിട്ട് അടിച്ചത്, ആക്സിൽ ഊരി തെറിച്ചങ്ങ് പോയി. സ്കോർപിയോ അല്ല, ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ബസ്സിന്റെ മൊത്തത്തിൽ അങ്ങ് പോയി. എന്നിട്ട് കമന്റ്സ് ഉണ്ട്, ഇതൊന്ന് ചോറിന്റെ പച്ച വെച്ചൊട്ടിച്ചത്. ആക്സിൽ ലൈക്ക് വെള്ളനായിട്ട് വരുന്ന ഒരു സാധനമാണ്, അതൊക്കെ തൊട്ടപ്പിളകി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക. എന്നാലേ അതിപ്പോ ഇപ്പം ഓക്കെ, ഇപ്പം ഞാനിവിടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ബുക്ക് എഴുതിയില്ലെന്ന് വെച്ചോ, എന്നെ ചെക്കിങ്ങിൽ പിടിച്ചു. $250 എങ്ങാണ്ട് അപ്പ ഫൈൻ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ചെയ്തില്ല. അത് എന്നിട്ട് ലൈസൻസിലും വരും, എന്തോ പോയിന്റ്സ് ഒക്കെ വരും. അല്ല, ഇപ്പൊ നിന്റെ അഭിപ്രായം ഇവിടെ ഫൈൻ കൂടുതലല്ല എന്നുള്ളത് കൊണ്ടാണോ, അതോ ആൾക്കാർക്ക് ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണോ? ബോധവൽക്കരണം ഇല്ല, അതൊരു കാര്യമാണ്. കാരണം ഇപ്പൊ നീ പറഞ്ഞില്ലേ, നീ ഭയങ്കര കോഷ്യസ് ആയിട്ടാ ഓടിക്കുന്നേന്ന്. 5 വർഷം മുന്നേ ഇങ്ങനെയല്ല ഓടിച്ചിരുന്നു. ഇപ്പൊ വെട്ടിത്തെറിച്ചും കുടിച്ചും ഒക്കെയാണ്. ഇത് ഞാനിപ്പോ അവിടെ പോയത് കൊണ്ട് പഠിച്ചതാണ്. ഇത് ഈ ഒരു ബോധം ഇപ്പൊ നമ്മള് അതേപോലെ നമ്മൾ ലേണേഴ്സിൽ കുറെ കാര്യങ്ങൾ പഠിക്കത്തില്ലേ. നമ്മളിപ്പം എന്തോ സ്ട്രെയിറ്റ് ലൈൻസ് കട്ട് ചെയ്തുകൂടാ, അല്ലെങ്കിൽ വളവിൽ ഓവർടേക്ക് ചെയ്തുകൂടാ. അതെ, അതേപോലെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ പുതിയ ലേണേഴ്സ്? ഇല്ല, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഒരു ഇയർലിയോ അല്ലെ 6 months കൂടുമ്പോഴോ റോഡ് കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ച്. ഇപ്പൊ നമ്മള് കേരള ഇപ്പം കന്യാകുമാരി ടു കോഴിക്കോട് ഹൈവേ വരുന്നു. ട്രിവാൻഡ്രം കാസർഗോഡ് ഹൈവേ വരുന്നു. റോഡ് കണ്ടീഷൻ മാറുകയാണ്. 6 വരി പാത വരുവാണ്. ഇവർക്ക് ആർക്കും ലെയിൻ ഡിസിപ്ലിൻ ഇല്ല, അങ്ങനത്തെ ഉള്ള. അപ്പൊ അപ്പം ഈ ലൈൻസ്, ഈ റോഡ് വരുമ്പോൾ ഒരു പുതിയൊരു ലേണേഴ്സിന്റെ എന്തെങ്കിലും കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ഈ വരി വരുമ്പോ ഒരു മിനിമം സ്പീഡ് അവർ വെക്കും എന്ന് തോന്നുന്നു. മിനിമം സ്പീഡ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ 4 ലൈൻസിനൊക്കെ 190, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ല, ഇപ്പൊ 100 ആണെന്ന് വെച്ചോ, അതിലൊരു 50 50 60 എന്തെങ്കിലും ആവട്ടെ, അതെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് ആക്സിഡൻസ് കുറവാകുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ ഒരു 100 മാക്സിമം ഹൈവേ നമ്മൾ 100 പോവുകയാണ്, ഒരാള് 50 പൊക്കോണ്ടിരിക്കുക, നമ്മള് എല്ലാം വെച്ച് കട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ലൈനിലേക്ക് പോവാണ്. നമ്മൾ അറിയുന്നുണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ടെന്ന്. അതാണ് അതേപോലെ എല്ലാം ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പം ലേണേഴ്സ് ടെസ്റ്റിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. ഇപ്പൊ എനിക്കിപ്പോ അവിടെ പോയത് കൊണ്ട് പഠിച്ചതുള്ള ഒരു ഇതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇവിടെ കംപ്ലീറ്റ്ലി റോങ് ആണെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് അത്രത്തോളം ഇപ്പം വീഡിയോയ്ക്ക് തന്നെ ഒരു എൻഗേജ്മെന്റ് വരുന്നത് ഇവിടെ കാവോസ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അവിടെ കുറച്ചുകൂടെ എല്ലാരും ഡീസെന്റ് ആയിട്ട് മാന്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് ചിലപ്പോ ബോറടിച്ച് ഉറങ്ങി അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നി കേട്ടോ ഇവിടെ വന്നത്. ഇവിടെ കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ആരെവിടുന്ന് വേണമെങ്കിലും ചാടാൻ തരാം. പിന്നെ ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ പെട്ടെന്ന് മാറുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകുന്നത് അധികം എനിക്ക് ഉറക്കക്ഷീണം വരത്തില്ല ഇവിടെ. അവിടെ പക്ഷെ അത്യാവശ്യം ക്ഷീണം വരാനുണ്ട്. ഞാനിപ്പോ അവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ അവിടെ പറയുമായിരുന്നു, എടാ അവിടുത്തെ വീഡിയോസിനൊന്നും ഒരു എൻഗേജ്മെന്റ് ഇല്ല. ചുമ്മാ ഇപ്പൊ 50 പോവാണെങ്കിലും 100 പോവാണെങ്കിലും വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. കാരണം അവിടെ എല്ലാം സ്ട്രെയിറ്റ് റോഡ്സും കാര്യങ്ങളുമാണ്. പക്ഷേ കർവി ആയിട്ടുള്ള റോഡ്സ് ഉണ്ട്. പക്ഷെ ഇവിടാണ് കുറച്ചും കൂടെ ഒരു ത്രില്ല്. അതിലേക്കൂടെ പോവാ, ഇതിലേക്കൂടെ പോവാ. പിന്നെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഇപ്പം റോഡ് പണി നടക്കുന്നു. ഇപ്പൊ പഴയ റോഡാണെങ്കിൽ പോലും ഇവിടുത്തെ വണ്ടികൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എനിക്ക് അറിയത്തില്ല, കാരണം കിലോമീറ്റർ വൈസ് ആണോ? അതെ, കിലോമീറ്റർ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം ഓടിയ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അതിന്റെ ഒരു ഏകദേശമൊക്കെ തീരുമാനമായി എന്ന്. അത് റോഡ് കണ്ടീഷൻ ഒരു ഫാക്ടർ അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നേ. ഞാൻ വെച്ചിരിക്കുന്നു.
അതായത് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കുണ്ടുകുഴിയിലും ഒക്കെ ചാടിക്കുമ്പോ 1 ലക്ഷം ഓടുമ്പോ തന്നെ ഇതിന്റെ സസ്പെൻഷൻ ഒക്കെ പോയി മൊത്തം പാനൽസ് എല്ലാം ഇളകി ആടി അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഹൈവേയിൽ കിടന്ന് ഓടുന്നോണ്ട് അവിടെ 2 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ആയാലും സുഖമായിട്ട് ഓടും. അതെ അതെ. അത് റോഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടാണ് ബിൽഡ്. നമ്മളിപ്പോ ഒരു പുതിയ റോഡിന്റെ ഫ്ലൈ ഓവർ അല്ലേ ഇത്, അതിന്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മളവിടെ കൊല്ലത്ത് എനിക്കൊന്ന് ഇപ്പൊ ഒരു ബൈപ്പാസ് വെച്ചതിൽ തന്നെ എനിക്കൊന്ന് എന്തോ കെട്ടിക്കൊണ്ടിരുന്നപ്പോ പൊളിഞ്ഞു വീട്, അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ട്. കറക്റ്റ് ആണല്ല, അതുകൊണ്ട് ഇപ്പൊ കൊല്ലത്തെ ബൈപ്പാസ് ഫസ്റ്റ് വന്നത് ആക്സിഡന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓൾമോസ്റ്റ് എന്നാണ് എനിക്ക് അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അമ്മ ജനിച്ച സമയത്തെങ്ങാണ്ട് ഇതിന്റെ പ്രപ്പോസൽ വന്നായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓൾമോസ്റ്റ് 45 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം അവരാകെ സിംഗിൾ ലൈൻ എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചത്. പിന്നെ അടുത്ത ഹൈവേ എക്സ്പാൻഷൻ വന്നപ്പോ പിന്നെ ഡബിൾ ലൈൻ ആക്കേണ്ടി വന്നു. അടപ്പ തന്നെ ഇപ്പൊ തന്നെ 6 വർഷം കഴിഞ്ഞ് ഒരു ബൈപ്പാസ് പുതുതായിട്ട് ഉണ്ടാക്കി. അന്നേരം തന്നെ കുത്തി പൊളിച്ച് 6 വർഷം കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഓഫ് മണി. അത് മുൻകൂട്ട് പ്ലാനിങ് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഹോപ്പ്ഫുള്ളി ഈ വരുന്ന റോഡ്സ് എല്ലാം അങ്ങനെ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ ചിലടത്തൊക്കെ ഇങ്ങനെ നമ്മള് സർവീസ് റോഡ് എക്സിറ്റ് ഒക്കെ ഇല്ലേ, ഭയങ്കര ചെറുത് ലോറിയൊക്കെ എങ്ങനെ പോകുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ സർവീസ് റോഡ് വരുവാണെങ്കിൽ തന്നെ ഇതിപ്പം സർവീസ് റോഡ് വരുമ്പോ 1 വേ ആക്കത്തില്ലേ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ഓപ്പോസിറ്റ് പോകും. കാരണം അവര് അവിടെ പോയി തിരിയണം, അപ്പുറത്ത് പോകണം എന്ന് വെച്ചിട്ട് ആൾക്കാർ ഓപ്പോസിറ്റ് പോകും. പക്ഷെ അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പെറ്റി അടിച്ചു കൊടുക്കുക. അപ്പൊ കുഴപ്പമില്ല, കുറച്ച് ആളെയും നമ്മൾ മൈൻഡ് സെറ്റേ മാറും. അയ്യോ അവിടം വരെ ഡ്രൈവ് ചെയ്യണ്ടല്ലോ, അത്ര എണ്ണ കത്തണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ഇപ്പം അത് അങ്ങനെ പെറ്റി കൊടുക്കുക. ഇപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം മോഡിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ പെറ്റിയൊക്കെയാണ് മോഡിഫിക്കേഷൻ അലൗഡാണ്. ഇപ്പം അതിപ്പം എനിക്കപ്പോ ഇപ്പൊ അവിടെ ഒരു എലാൻഡ്ര ഉണ്ട്. ചെറിയ പണികൾ, സ്കേർട്സ്, അലോയ്സ്, അങ്ങനെ ടിൻഡ്, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ചെയ്തിട്ടില്ല, പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവിടെ നല്ല മോഡിഫൈഡ് കാർസ് ഉണ്ട്. അവിടെ ഒരു എന്താ പറയുക, ചൈനീസ്, ജാപ്പനീസ് ആൾക്കാർ അവരുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അവിടെ ഫുള്ള് JDM കാർസ് ആണ്. അതായത് ഇപ്പം എനിക്കൊന്ന് ചൈനീസ് ആൾക്കാരാണെന്ന് തോന്നി സുബാറു ഒക്കെ എടുക്കുന്നത്. WRX അവിടെ മോഡിഫൈ ചെയ്യാത്ത ഒരു WRX കാണാന്ന് പറഞ്ഞാല് അതാണ് ഇവൻ കാർ എന്തോസിയാസ്റ്റ് അല്ലേ. കാരണം എല്ലാ WRX മോഡിഫൈഡ് ആണ്, ഹെവിലി മോഡിഫൈഡ്. അപ്പം അത് വെച്ചിട്ട് അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പൊ ടിൻഡ് ഇല്ലീഗലാണ്, ബട്ട് എന്തെങ്കിലുമൊക്കെ കഴപ്പ് കാണിച്ച്, അതായത് റാഷ് ഡ്രൈവിങ്, ഒരാളെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യുന്നു, അത് ഒരു പോലീസ് കാണുകയാണ്, അപ്പൊ പിടിക്കും. ഓക്കെ നിനക്ക് നീ റാഷ് ഡ്രൈവിങ്, നീ ഇത് പിന്നെ അതിന്റെ കൂടെ ഇല്ലീഗൽ ടിൻഡ്. ഇപ്പൊ ഞാൻ ഒട്ടിച്ചേക്കുന്ന എന്റെ വണ്ടിയിൽ ഒട്ടിച്ചേക്കുന്ന വെച്ചാൽ 5%, 15% ആണ്. ഇവിടെ ഫ്രണ്ട് 2 വിൻഡോസ് 70% ആവാവുള്ളൂ അവിടെ ലീഗലി. ബാക്ക് വിൻഡോ ആൻഡ് ബാക്ക് വിൻഡ്ഷീൽഡ് എത്ര വേണോ കറുപ്പിക്കാം. ബട്ട് ഞാൻ എല്ലാം 15% ഒട്ടിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ പോലീസിന്റെ അടുത്തൂടെ പോകും, എന്നെ ഇതുവരെ പിടിച്ചിട്ടില്ല. എന്നെ വേറൊരു കാര്യത്തിൽ പിടിച്ചു, ബട്ട് അവരെന്നെ ഈ ഗ്ലാസ് കണ്ടിട്ട് പോലും എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഈ കഴപ്പ് എനിക്ക് മനസ്സിലായത്, ഈ കഴപ്പ് കാണിച്ചാലാണ് അവിടെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പെറ്റി തരുന്നത്. ഇപ്പം എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സിറ്റിയിലെ നടുക്ക് പോയിട്ട് പടപടാ പൊട്ടിക്കുക കൊടുക്കും. അല്ലാണ്ട് അവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഈ ദുബായിലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് മോഡിഫിക്കേഷൻ ചെയ്യുക, അലോയ്സ് ഇടാം, ലോവർ ചെയ്യാം, എന്നിട്ട് ഇപ്പൊ ഈ MVD പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചെന്നിട്ട് അതിനെ വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇത് സേഫ് ആണെന്നുള്ള രീതിയിൽ. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സപ്പോർട്ടിങ് അല്ല ഇവിടെ. അതേപോലെ ദുബായിൽ അങ്ങനെ ഒരു സ്പെഷ്യലി മോഡിഫൈഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ടാഗോ അങ്ങനെ എന്തോ ഉണ്ട്. എനിക്ക് എക്സ്ട്രാ എന്തോ പേയ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പൊ അങ്ങനെ ഒരു അത് ഒരുപാട് പേര് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇത് പറയുന്ന കുറെ വർഷങ്ങളായിട്ട് പറയുന്ന കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ മതി. നമ്മൾ കാറ് പ്രാന്തന്മാർ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാർ അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാർ എടുത്തിട്ട് അതിന്റെ ഡബിൾ അല്ലെങ്കിൽ അതിന്റെ ട്രിപ്പിൾ അതെ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുപോവാ. ഹാപ്പിലി സ്പെൻഡ് ചെയ്യും. അതേപോലെ ടിൻഡ് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ തന്നെ ഇവിടെ നിർത്തി ഇങ്ങനെയുള്ള സൈഡിൽ സാധനം മേടിച്ചോ. ഇപ്പൊ 70% അലൗഡ് ആണില്ലേ? ഉണ്ട് നിർത്തി തന്നിച്ചേട്ടൻ ഇയാളെ കയറ്റി ചോദിച്ചു കളിച്ച് 70% അല്ലേ അലൗഡ്? അല്ല ഇവിടെ ലൂപ്പ് ഹോളൊക്കെ ഇവിടെ പണ്ട് മറ്റേ നിർഭയ കേസ് വന്നില്ലേ ഡൽഹിയില്, അത് വന്നു കഴിഞ്ഞപ്പോ ബസ്സിൽ ആ ടിൻഡ് ഒട്ടിച്ചോണ്ടാണ് അതിനകത്ത് നടന്ന ക്രൈം പുറത്തറിയാതെ പോയെന്നുള്ളത് വെച്ചിട്ടാണ് സൺ ഫിലിംസ് ബാൻ ചെയ്തത്. പിന്നെ ഞാൻ ഒരു റീസൺ കൂടെ കേട്ടു, അതായത് ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റത്തില്ല, അഥവാ പൊട്ടിയാലും ഇതിങ്ങനെ ഷാർപ്പായിട്ടേ പൊട്ടത്തുള്ളൂ. പക്ഷെ അത് ഞാൻ യോജിക്കുന്നു. കാരണം ഈ ഒരു വിൻഡോ പൊട്ടുമ്പോ മറ്റേ ചിപ്സ് ആയിട്ട് പൊട്ടും. പക്ഷെ ഇത് നമുക്ക് അഡ്ഹസീവ് ഉള്ളതുകൊണ്ട് ചിപ്സ് അഡ്ഹസീവിൽ ഒട്ടിയിരിക്കും. ഓ മറ്റേ ഒരു ഷീറ്റായിട്ട് പാളി ഇങ്ങനെ വരും. അല്ലാതെ ഒരിക്കലും ഇവര് പറയുന്ന പോലെ പൊട്ടാതിരിക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് വെച്ചിടിച്ച് അപ്പോഴേ പൊട്ടുക. അവര് ജസ്റ്റ് ഇത് ഫോർ ദ സേക്ക് ഓഫ് ന്യായീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ യുക്തിക്കനുസരിച്ച് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോ ടിൻഡ് ഒട്ടിക്കാൻ ഇതിന്റെ ഒരു കോട്ട എടുത്തു. അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കോട്ട എടുത്തപ്പോ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ 70%, എനിക്കറിയത്തില്ല ലീഗൽ ഇപ്പൊ കറന്റ് എത്ര ആണ്, 70 ആണെന്ന് തോന്നുന്നു, എത്ര വാട്ട് എവർ. എനിക്ക് ഞാൻ ആലോചിച്ചപ്പോ അത്രയും പെർസെന്റേജ് ഒരു വലിയ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹീറ്റ് റിജക്ഷൻ ഇവിടെ ആ ഒരു ടിൻഡിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ ഒരു വർഷം കൂടെ പോട്ടെ, ഈ റൂൾ എന്തായാലും മാറി കുറച്ചുകൂടെ ഡാർക്കർ ആവും. കാരണം നോ ടിൻഡ് എന്ന് പറഞ്ഞെടുത്ത് ഇത്രയും വന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ അടുത്ത വർഷം ചെയ്യാം. പക്ഷെ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ ആരോ എന്തോ ഒരു കേസ് ഫോർവേഡ് ചെയ്തപ്പോഴാണ് ഇവരിത് മാറ്റുന്നത്. ഗണേഷ് കുമാറും എനിക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗണേഷ് കുമാർ ഇത് അലോബിൾ ആണ് എന്ന് വെച്ചാൽ ഇത് പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഇത് അലോബിൾ ആണോ അല്ലയോ എന്നുള്ള. എന്നിട്ടേക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് അല്ല, ഒരു IS കോഡ് ഉണ്ട്, നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് 45 അത് അങ്ങനെ എക്സെട്ര എന്നുള്ള ഒരു കോഡുള്ള അങ്ങനത്തെ സൺഫിലിം മാത്രമേ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അത് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ബെലനോ പഴയത് ഓക്കെ അങ്ങനെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടിൻഡ് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഷീൽഡ് ഗ്ലേസിംഗ് മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. അന്നേരം ഇപ്പൊ സപ്പോസ് നമ്മൾ സാധാ ഒട്ടിച്ച് ഇപ്പൊ മീഡിയയിലെ പോലീസ് പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കോഡൊക്കെ വരുന്നുണ്ട്, QR കോഡോ ഈ ബ്രാൻഡ് അങ്ങനെ ഉണ്ട്. അതില്ലാത്ത ഒരു സാധാ ഫിലിം ആണെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ ബ്രാൻഡ് ഇപ്പം മോണോപ്പൊളി ആണെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ റേറ്റ് അന്വേഷിച്ചപ്പം 14 or 15 റേറ്റ് വരും. 15 രൂപയ്ക്ക് അത് പറയുന്നതിന്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ വെഹിക്കിൾസിൽ മറ്റേ ഒരു ഗ്രീൻ ടിന്റ് വരുന്നുണ്ട്, UV കട്ട് ഗ്ലാസ് വരുന്ന പോലെ ഒരു ഗ്രീൻ ടിന്റ് ഉണ്ട്. അന്നേരം ആ ഗ്രീൻ ടിന്റ് ഇപ്പൊ ഈ പറയുന്ന IS സ്പെസിഫൈഡ് ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, കമ്പനി വരുന്നത്. ആ സെയിം സാധനം എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് കേസ് പോയപ്പോ ഓക്കെ അത് യൂസ് ചെയ്യാം എന്നുള്ള രീതി. അന്നേരം അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് ഫ്രണ്ടിൽ 70, ഫ്രണ്ട് ബാക്ക് 70, റൈറ്റ് ലെഫ്റ്റ് ഇത്ര എന്നുള്ളതായത്. അതിന് ആ സ്റ്റോക്ക് ഇതിന് ഹീറ്റ് റിജക്ഷൻ ഉണ്ട് അത്യാവശ്യം. പക്ഷെ നമ്മൾക്ക് ഹീറ്റ് അടിക്കുമല്ലോ. അടിക്കും. അത് ഇപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റ് എത്രത്തോളം ഹാഷാണ്, പക്ഷെ അതാരും വലിയ മൈൻഡിൽ എടുക്കുന്നില്ല. അപ്പം നമ്മളൊരു ഉച്ചയ്ക്ക് ഒരിടത്ത് വണ്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ അത് പിന്നെ കയറാകത്തില്ല. അതിപ്പോ ടിന്നൊട്ടിച്ചാലും നമുക്ക് തന്നെ എന്നാലും ഒരു കൂളിംഗ് എഫക്റ്റീവ് ആവും. ഡ്രൈവ് ചെയ്യുമ്പോ തന്നെ ശരിയാണ്, നമുക്ക് അത്രത്തോളം AC റൺ ചെയ്യണ്ട, പെട്രോള് കത്തിപ്പോത്തില്ല, അങ്ങനത്തെ ഉള്ള ഒത്തിരി. എനിക്ക് ഒരുപാട് പേരുണ്ട് ചില AC ഇട്ടാൽ പെട്രോള് ഒരുപാട് പോകും എന്ന് പറഞ്ഞ് ചെയ്യാത്ത AC ഇടാത്തവരെ എനിക്കറിയാം. അതുകൊണ്ട് AC ഇടാതെ ലോവർ സ്പീഡ് കൂട്ടിയാൽ തന്നെ മൈലേജ് പോകുന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. പിന്നെ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിക് കൺട്രോളിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. ഒരു ആംബുലൻസ്
മാറട്ടെ മാറാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ഇതൊരു വിധത്തില് കേരളത്തിൽ ഇത്രയെങ്കിലും മാറി കൊടുക്കത്തുള്ളൂ. ബാക്കി നോർത്തിലോട്ടൊക്കെ പോയിട്ട് ആംബുലൻസ് ട്രാഫിക് കിടന്ന് സൈറൻ ഇട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മളെങ്കിലും ഇച്ചിരിയെങ്കിലും മാറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, എനിക്കൊന്ന് ഇതിന്റെ പുറകെ വെച്ചുകൂടി. ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു ആൾക്കാർ. അങ്ങനെ വന്നേ ചവിട്ടിയില്ലേ? പുറകെ വന്നതാ ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. മറ്റേ പോളോ നിർത്തി കൊടുത്തത് കേട്ടിട്ടില്ല. നമ്മളെ ഫ്രണ്ടിൽ ഒരു പോളോ വന്നിട്ടുണ്ട്, ഒരു വൈറ്റ് പോളോ. അത്യാവശ്യം അലോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒക്കെ അടിച്ചിട്ടുണ്ട്. സ്മോക്ഡ് ആണ്. ഇവിടെ ദൂരെന്ന് കാണുമ്പോഴേ ഈ ക്യാബിന്റെ അകത്ത് ഇരുട്ട് കാണുമ്പോഴത്തേക്ക് ഇവന്മാര് പിടിക്കൂല്ലേ? ഞാൻ പക്ഷെ ഇപ്പൊ വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പം ഒരു 2 വർഷമായി ഞാനിപ്പോ വന്നിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് പോലീസുകാര് അല്ലെങ്കിൽ MVD റോഡിൽ നിന്ന് ഫോട്ടോ എടുത്തു അയക്കുന്നു, ക്യാമറ അത് ഇത് എല്ലാം. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പം, ഞാനിപ്പോ എറണാകുളം 2 വട്ടം പോയി. ഇപ്പൊ നമ്മള് ഗുരുവായൂർ വരെ പോയി. ഞാൻ ത്രൂ ഔട്ട് ഈ ഒരു 10 days ഞാൻ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരൊറ്റ MVD ചെക്കിങ് കണ്ടോളൂ, ഒറ്റ ഒരെണ്ണം ഇത്ര എടുത്ത് പോയത്. ഞാൻ അത് നോട്ടീസ് ചെയ്തപ്പോഴാണ് ഓക്കെ ശരിയാണ്, ഇത് ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ്ലി ഇത് കാണേണ്ടതാണല്ലോ. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരെണ്ണേ കണ്ടോളൂ. അതെന്താ റീസൺ? ഇപ്പം ചെക്കിങ് കുറവാണെന്ന് തോന്നുന്നു. റീസൺ റോഡ് പണിയൊക്കെ ആയിരിക്കും. പിന്നെ ആൾക്കാര് ഇവർക്ക് ടാർഗറ്റ് കിട്ടുന്നതിനനുസരിച്ച് വല്ലതായിരിക്കും. ഇപ്പം MVDക്ക് ഇങ്ങനെ ടാർഗറ്റ് ഉണ്ട്. ഇവരുടെ സീനിയർ ഓഫീസേഴ്സ് കോട്ട നീ ഇത്ര വെറ്റി അടിച്ചിട്ട് വാ എന്ന് പറയുമ്പോ മോഡിഫൈഡ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖം 25,000 രൂപ കിട്ടി. അല്ലെങ്കിൽ ഇപ്പൊ ഇടയ്ക്ക് ഓട്ടോക്കാരനെന്തോ 25,000 രൂപ വെറ്റി അടിച്ചെന്നൊക്കെ പറഞ്ഞു. ഓവർലോഡ് ചെയ്തേന്ന് ന്യൂസ് ഒക്കെ ഉണ്ട്. അതിപ്പോ ഓട്ടോക്കാര് 4 പേരിലേക്ക് കയറ്റും, 3 പേരോ? അത് പക്ഷെ നല്ലൊരു തീരുമാനമാണ്. അഡ്ജസ്റ്റ് വേറെ ഓട്ടോ വിളിക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ആൾക്കാരിപ്പം അതിനോട് അഡ്ജസ്റ്റ് ആയി. ഇപ്പൊ ക്യാമറ വന്നപ്പോ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയില്ലേ, അല്ലെങ്കിൽ ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ഇട്ട് തുടങ്ങിയില്ലേ? അത് എല്ലാ ഓൾ പാസഞ്ചർ സീറ്റ് ബെൽറ്റും കമ്പൽസറി ആണല്ലേ? കറന്റ് വന്നോ? എനിക്കൊന്ന് നോംസ് പ്രകാരം വെഹിക്കിൾസിനെല്ലാം മറ്റേ ബീപ്പ് കിട്ടും ബാക്കിൽ. പക്ഷെ അത് അവർക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയാം. ഇവിടെ ഇപ്പം ഞാനിപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, നീ ഇപ്പം നിന്റെ വണ്ടിയാണെന്ന് വെച്ചോ, നീ ഡ്രൈവ് ചെയ്യാണ്, പെറ്റി കിട്ടുന്നത് നിനക്കല്ലേ? അവിടെ അങ്ങനല്ല, എനിക്കാ പെറ്റി കിട്ടുന്നത്. ഈവൻ ഇപ്പം എനിക്ക് കാർ ഉണ്ടോ ഇല്ലയോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, എനിക്കാണ് പെറ്റി. അതുകൊണ്ട് അവനവൻ പേടിച്ച് ഇട്ടോളൂ. ഇപ്പം നിന്റെ വണ്ടിയിൽ ഇപ്പൊ ഞാൻ കേറി കുഴപ്പമില്ല സീറ്റ് ബെൽറ്റ് ഉണ്ട്, ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, പെറ്റി കിട്ടിയാലും നിനക്കല്ലേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് കയറിയിരിക്കാം. അവിടെ അങ്ങനല്ല. ഒരുപാടിട്ട് ബോറടിപ്പിക്കുന്നില്ല. കുറെ പേര് ഇപ്പോഴേ ഓൾറെഡി ഈ നിങ്ങൾ എന്തോ പറയുന്നേ എന്നുള്ള രീതിയിൽ പോയി കാണും, നമുക്കറിയാം. പക്ഷെ ഇഷ്ടപ്പെട്ടവർ കേട്ടോണ്ടിരുന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നമ്മളത് ഒരു എൻഡിലേക്ക് വരികയാണ്. ഈ റെവ് ലിമിറ്റ്സ് ഇപ്പൊ കാനഡ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭീമാകരമായ ചാനലൊന്നും പ്രതീക്ഷിക്കില്ല. ആകെ 840-50 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലാണ് വീഡിയോസ് എടുക്കുന്നതും കാര്യങ്ങൾ. ഇപ്പൊ ഒരു 4-3 months ആയിട്ട് എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, കാരണം കല്യാണത്തിന്റെ തിരക്കുകളായിട്ട് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇനി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഫ്രീക്വന്റ്ലി വീഡിയോസ് ഇടാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ചാനൽ നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറുകൾ കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എത്രയും വേഗത്തിൽ ആ കാറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇല്ലാത്ത പല വെറൈറ്റി കാർസും അവിടെ കൊണ്ടുവരാൻ പറ്റും. അവിടെ പിന്നെ പക്ഷേ ഓക്കെ ഒരു കാര്യം കൂടെ പറയണം. ഇവിടെ ഇപ്പൊ ഷോറൂമില് കുറച്ചും കൂടെ വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഡ്രൈവ് കിട്ടാൻ അവിടെ ഒരു ന്യൂ കാർ ഒരു ലോഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇപ്പൊ നമ്മളൊരു ഹോണ്ടയുടെ ഷോറൂമിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരു പുതിയൊരു ലോഞ്ച് ഉള്ള കാർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടാൻ അവിടെ പാടാണ്. അൺലെസ് ദേ ഹാവ് ഇഫ് ദേ ആർ ഹാവിങ് എ ടെസ്റ്റ് ഡ്രൈവ് കാർ. ബട്ട് അതുപോലും ഒരുപാട് നേരത്തെ ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് സെയിൽസ് ആണെങ്കിൽ തരും, കാരണം അവർക്ക് ഇത് വിറ്റുപോയാൽ ലാഭം കിട്ടും. എങ്ങനെ ഏത് രീതിയിൽ അവർക്കത് പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുകയാണ്. ഇവിടെ തിരിച്ചാ, ഇവിടെ റോയൽ ഡ്രൈവിലൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ റൺ ആവും എന്നുള്ള പേടിയുണ്ട്. കസ്റ്റമർ വരുമ്പോ എത്ര ഓടിയെന്നല്ലേ ചോദിക്കുന്നത്. നമ്മളൊരു 30 അല്ലെങ്കിൽ 40 കിലോമീറ്റർ കയറ്റുമ്പോ അത്രയും കൂടുതൽ കയറി എന്നുള്ള ഇതാവുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ നിന്ന് വണ്ടി കിട്ടത്തില്ല. ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു
ലക്ഷറി കാർസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആർക്കായാലും തരാൻ ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഞാൻ എനിക്ക് ടുസോൺ അയോണിക്ക് ആ ഒരു ലെവലിൽ വണ്ടിയെല്ലാം കിട്ടും, അറൌണ്ട് 40-45 lakhs എന്നുള്ള രീതിയിൽ പോകുന്നത്. പക്ഷെ എബോവ് ദാറ്റ് ഒരു BM-ലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജാടയാ. വോൾവോ ജാടയാണോ അതോ അവർക്കൊരു ഒരു പേടി അങ്ങനെ തരാൻ? അല്ല, ഇപ്പൊ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഇപ്പൊ അതിന്റെ ഇപ്പൊ നമ്മളൊരു ഇവന്റ് നടക്കുകയല്ല ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാർഡ് കൊടുത്തിട്ടോ ഇതേപോലെ ചാനലുണ്ടെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴത്തേക്കും ഓക്കെ ബ്രോ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ ഇവര് കോൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഓഡിന്ന് കിട്ടിയിട്ടുണ്ട്, BM-ല്, വോൾവോ. പിന്നെ ബാക്കി കൊച്ചെന്ന് പറയുന്നില്ല, ഓക്കെ ബാക്കി നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് അല്ല, എങ്ങനെ പറയാ, ഒരു പ്രീമിയം സെഗ്മെന്റ് അല്ലാതെ ഡെയിലി ഡ്രൈവർ ആയിട്ട് എല്ലാരും മേടിക്കുന്ന ടാറ്റ, മഹീന്ദ്ര, അവരൊക്കെ ഭയങ്കര അത്യാവശ്യം വെൽക്കമിങ്. എനിക്ക് ഏറ്റവും വെൽക്കമിങ് ആയിട്ട് തോന്നിയിട്ടുള്ള വോക്സ് വാഗൺ, മാരുതിയൊക്കെയാണ്. മാരുതിയൊക്കെ ആണെങ്കിൽ എപ്പോ വേണമെങ്കിലും വണ്ടി വേണമെന്ന് ചോദിക്കുന്ന ടൊയോട്ടോ വെൽക്കമിങ് ആണ്. അങ്ങനെയൊക്കെ ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ടാറ്റയും വണ്ടി കിട്ടാൻ ഭയങ്കര പാടാം. കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ബോറടിപ്പിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ റെഗ്ലിമിറ്റ്സ് കാനഡ കൂടെ ഫോളോ ചെയ്യുക. എല്ലാ ലിങ്ക്സ് എവറിത്തിങ് എല്ലാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അതിലൊക്കെ വരുന്നതായിരിക്കും. പിന്നെ എന്തുവാ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാന്ന് കമന്റ് ചെയ്യുക. തെറി വിളിക്കണമെങ്കിൽ ഒരു മയത്തിലൊക്കെ, കാരണം തെറി വിളിച്ചാലും പബ്ലിഷ് ആവത്തില്ല, അത് ഹെൽഡ് ആവത്തേണോ. ഓ തെറി ഞാൻ അങ്ങനല്ല, ഞാൻ ഊക്ക് ലെവലാണ് ഉദ്ദേശിച്ചത്. നൈസായിട്ട് ഊക്ക് വിളിച്ചോ, തെറ്റുകളുണ്ടെങ്കിൽ പറയുക. ഞാനിപ്പോ ഒരു പ്രോ ഒന്നുമല്ല, ഞാനിപ്പോ ഈ ഒരു അവിടുത്തെ ഒരു 3 വർഷം ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഇഫ് ഐ ആം റോങ്, ഞാൻ എന്താ ഞാൻ തെറ്റാണെങ്കിൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം റെവ്ലിമിറ്റ്സിന്റെ സൺഡേ ഡ്രൈവ് പോഡ്കാസ്റ്റിൽ വന്നതിന് റെവ്ലിമിറ്റ്സ് കാനഡയ്ക്ക് നന്ദി. താങ്ക് യു. താങ്ക് യു, ബൈ.